ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖല്ലേ? ഇന്നൊരു കാര്യം പറയാൻ വേണ്ടതെന്ന് കേട്ടോ. ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാടായിട്ട് കാണുന്നൊരു സംഭവം കേട്ടോ, റീ റിലീസ്. അതായത് പഴയ സിനിമയുടെ 4K സിസ്റ്റത്തിൽ ഇറക്കിയിട്ട് റീ റിലീസ് ചെയ്യാം. പണ്ട് പരാജയപ്പെട്ടതും അല്ലാതെ ഹിറ്റായ മൂവീസൊക്കെ ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്നുണ്ട്. അതിലാദ്യം വന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ദേവദൂത് എന്ന് പറഞ്ഞ മൂവിയാണ്. അത് അടിപൊളിയായിട്ട് തിയേറ്ററിൽ നല്ല കളക്ഷൻ കിട്ടി. അന്നത് ഫസ്റ്റ് റിലീസ് ചെയ്ത ടൈമിൽ ആ പടം അട്ടർ ഫ്ലോപ്പ് ചെയ്യുന്നു. അതിനുശേഷം റീ റിലീസ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട്. അതുപോലെ സ്പടികം, ലാസ്റ്റ് ലാലേട്ടൻ്റെ ചെയ്ത ചോട്ട മുംബൈ നല്ല കളക്ഷനായിട്ട് മുന്നേറി. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഫസ്റ്റ് വന്നത് വല്യേട്ടൻ, നല്ല കളക്ഷൻ നേടി തിയേറ്ററിലൊക്കെ നല്ല ആളുണ്ടായ സംഭവം കേട്ടോ. അതിനുശേഷം വന്നത് മമ്മൂക്ക പോലും അറിയാതെ വന്നാണ് ആവനാഴി. മമ്മൂക്ക പോലും അറിഞ്ഞിട്ടില്ല അതിൻ്റെ റിലീസിൻ്റെ കാര്യം. അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം ഫസ്റ്റ് 80s ആ പടം റിലീസ് ചെയ്തപ്പോൾ വൻ ഹിറ്റായ മൂവിയാണ്. മമ്മൂക്കയുടെ ഒക്കെ ഒരു എന്താ പറയുക, മാസ് പോലീസ് ഒരു ടൈപ്പ് പടം തന്നെയായിരുന്നു. അത് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഈ റീ റിലീസ് ചെയ്തപ്പോൾ ഒരു 4K എന്നൊക്കെ പറഞ്ഞാൽ ഇറക്കിയത് തീരെ ക്വാളിറ്റി ആ സംഭവമായിരുന്നു. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം പാലേരി മണിക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രേക്ഷക പ്രശംസയും അതുപോലെ അവാർഡും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് റീ റിലീസ് ചെയ്തപ്പോൾ അത് വലിയ ഹിറ്റായില്ല. അതിനുശേഷം മമ്മൂക്കയുടെ വന്നതാണ് അതിനുശേഷം മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, അതിനുശേഷം മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ, എന്നാൽ കൂടി ആളുകൾ അധികം എന്താ പറയുക അറിയപ്പെടാതെ പോയി. കാരണം അതിൻ്റെ റിലീസും കാര്യം എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു പടം റീ റിലീസ് ചെയ്തുകൊണ്ട് പ്രേക്ഷകർ ചെന്ന് കാണൂല. പ്രേക്ഷകന് ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ള മൂവീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിൽ എന്താ പറയുക, ഈ മമ്മൂക്ക സിനിമകൾ റീ റിലീസ് ചെയ്യുന്ന ടീം, അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ പ്രൊഡക്ഷൻ ടീമൊക്കെ അവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ മമ്മൂക്കയുടെ റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവീസ് ഇറക്കാൻ നോക്കുക. മമ്മൂക്കയുടെ എന്നല്ല, മറ്റുള്ള താരങ്ങളതൊക്കെ. നമ്മുടെ രാജമാണിക്യം ഒക്കെ എന്താ ഇപ്പോൾ വന്നാലും, അന്ന് 2005 വൻ കോളിളക്കം സൃഷ്ടിച്ച മൂവി, ഇന്ന് വന്നാലും അത് ഇന്നലെ കഴിഞ്ഞ മൂവിയുടെ ആ ഒരു എഫക്റ്റ് കാരണം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, മമ്മൂക്കയുടെ ഇന്നും വന്നാൽ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കും. യൂത്തന്മാരടിച്ചു കയറും, മറ്റുള്ളവർ അടിച്ചു കയറുന്ന ഒരു ഉറപ്പുള്ളൊരു മൂവിയാണ് ബിഗ് ബിയുടെ 2ാം ഭാഗം. ബിലാലൊക്കെ എന്നോ ഷൂട്ടിങ് തുടങ്ങുന്നു പറഞ്ഞ, പിന്നെ എന്താ പറയുക വെച്ചാൽ കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് പോയി. പിന്നെ അത് വരുമെന്ന് പറയുന്നുണ്ട്, ഉറപ്പില്ല. എന്നിരുന്നാലും ബിഗ് ഇന്ന് റിലീസ് ചെയ്താലും അന്ന് ഇറങ്ങിയതിനേക്കാളും അടിപൊളിയായിട്ട് വൻ ഹിറ്റാവുന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അടിപൊളിയായിട്ട് എന്തായാലും ഹിറ്റാവും. അങ്ങനെയുള്ള മൂവീസൊക്കെ റീ റിലീസ് ചെയ്യാൻ നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ബ്ലാക്കൊക്കെ വന്നാൽ ഇന്നും ആളുകൾ അടിച്ച്, അതായത് ഡയലോഗ് ഒക്കെ ഇന്നും ആൾക്കാർ പറഞ്ഞു നടക്കണം. അങ്ങനത്തെ ഉള്ള മൂവീസ് വേണം. അല്ലെങ്കിൽ കോമഡി ടൈപ്പ് ആക്ഷൻസ്, അങ്ങനത്തെ ഉള്ള ദി കിങ് ഒക്കെ വന്നാൽ എന്താ പറയുക, അതൊക്കെ ഒരു തിയേറ്ററിൻ്റെ ഒരു ഇന്നത്തെ തിയേറ്റർ സെറ്റപ്പിലൊക്കെ ഇറങ്ങണം, ഒരു 1.5 മുതലാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, ബിഗ് റീ റിലീസ് ചെയ്താൽ അടിപൊളിയാവും. കാരണം ഞാൻ ഒരു വട്ടം മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് ഫസ്റ്റ് രാവിലെ 6 മണിക്ക് കണ്ട പടം കേട്ടോ ബിഗ് റീ റിലീസ് ചെയ്തിട്ട്. ഏകദേശം ഒരു 5 വർഷം മുമ്പാണ്, രാവിലെ 6 മണിക്ക്. അന്നൊക്കെ തിയേറ്റർ ഫുള്ളായിരുന്നു. അന്ന് ഞാൻ കണ്ടു. അന്ന് റിലീസായതിനൊക്കെ അടിപൊളിയായിട്ട് അന്ന് റീ റിലീസ് ചെയ്തപ്പോൾ ഞാനത് കണ്ടു. അപ്പോൾ അതേപോലെ ഇന്നും അത് വേൾഡ് വൈഡായിട്ട് വന്നാൽ ഒരു 1.5 മുതലാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇന്നത്തെ സൗണ്ട് ക്വാളിറ്റിയിൽ, ഇന്നത്തെ 4K, ഇന്നത്തെ എല്ലാ എക്യുപ്മെന്റ്സും വെച്ച് സെറ്റാക്കിയാൽ അടിപൊളി ഒരു എന്താ പറയുക, ഒരു സിനിമ ഒരു എന്താ പറയുക, ഒരു വൻ രീതിയിൽ ഇന്നത്തെ ഒരു ലെവലിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവുന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നി. കാരണം ഇന്നലെ മിഞ്ഞാന്ന് ചോട്ട മുംബൈ റീ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, മമ്മൂക്കയുടെ ഇങ്ങനെയുള്ള സിനിമകൾ ദയവ് ചെയ്ത് നിങ്ങൾ റിലീസ് ചെയ്യാൻ നോക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു പടം എടുത്തിട്ട് റിലീസ് ചെയ്തിട്ട് അതൊരു എന്താ പറയുക, ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കരുത് എന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.